പാലക്കാട് ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടൊരു സംഭവം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വഴിയിൽ കൂടി ഇന്ന കടകളുടെയും വീടുകളുടെയും നേരെയൊക്കെ ആന പാഞ്ഞെടുത്ത് തകർത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഗോകുൽ VS ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, കക്ഷി ഇപ്പോഴും അവിടങ്ങളിലൊക്കെ അലഞ്ഞു നടക്കുകയാണോ അതോ തളച്ചിട്ടുണ്ടോ? ആന ഇപ്പോൾ ഈ അമ്പാട്ട് വെച്ച് കണ്ടെത്തി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അമ്പാട്ടെ ഒരു പറമ്പിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അവിടെ നിന്ന് ആനയെ പുറത്ത് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ ആന ഇതുവരെയും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു കാര്യം. ആന ഈ പറയുന്ന ഇന്ന് 4 മണിക്കാണ് ഇത്തരത്തിൽ ഡ്രൈവർ പാലക്കാട് ടൗണിൽ വെച്ച് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആ പ്രദേശത്താകെ തന്നെ ആന പല സ്ഥലങ്ങളിലും നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആട് മേയ്ക്കാൻ വന്ന ഒരു കന്ദസ്വാമി എന്ന് പറയുന്ന ഒരാളെ ആന ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നടുവിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആന വലിയ നാശനഷ്ടങ്ങൾ വന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പശുക്കളെയും മറ്റും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 4 മണിക്കാണ് ആന ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത്. പിന്നീട് ആന എവിടെയാണെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നു. പാപ്പാന്മാരുടെ കണ്ണ് അല്ലെങ്കിൽ പാപ്പാന്മാരുടെ ശ്രദ്ധ അവിടേക്ക് പോയില്ല. അപ്പോഴാണ് ഈ ആന പോയത്. അതെങ്ങനെയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ പോകാൻ അങ്ങനെ ആനക്കൊട്ടേക്ക് കഴിഞ്ഞത് എന്നുള്ളതൊക്കെ തന്നെ രണ്ടാമത്തെ കാര്യമാണ്. അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാ അത് കഴിഞ്ഞു എന്നുള്ളത്. അതിൽ സ്വാഭാവികമായും ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. ഏതായാലും ആന ഇറങ്ങി, പിന്നീട് ആനയെ കാണാത്തൊരു സാഹചര്യം വന്നു. അവസാനം ആനയെ ഇത്തരത്തിൽ അമ്പാട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പറമ്പിന് സമീപം വെച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്ഥലത്ത് നിന്ന് ആന പുറത്തു പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആനയെ തളയ്ക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ നാട്ടാന ആയതുകൊണ്ട് അതൊക്കെ വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണ്. സാധാരണ തരത്തിൽ പല ഉത്സവങ്ങളിലൊക്കെ തന്നെ ആന ഇടയുമ്പോൾ വളരെ പെട്ടെന്ന് എലിഫന്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പാപ്പാന്മാരും ഒക്കെ ചേർന്ന് ആനയെ വളരെ പെട്ടെന്ന് സാധാരണ തളയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല. ആനയെ തളയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ആന എവിടെയാണെന്ന് കണ്ടെത്തിയ പറമ്പിൽ ആന നിലയുറപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഒരുപക്ഷെ ആന വല്ലാത്ത ഭയന്നിട്ടൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ തളയ്ക്കുന്നത് വൈകുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ തളയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആന ഈ പറമ്പിന് പുറത്തേക്ക് ഓടാത്തത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോഴും ഈ പോലീസിന്റെയും പാപ്പാന്റെയും ഒക്കെ തന്നെ നിരീക്ഷണത്തിലാണ് ആന. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഇത്തരത്തിൽ ഡ്രൈവർ വണ്ടി നിർത്തി ചായ കുടിക്കാൻ പോയപ്പോൾ ആന ലോറിയിൽ നിന്ന് പുറത്ത് ചാടുകയും ഓടുകയും ചെയ്തത്. ഏതായാലും അതിലൊരു എങ്ങനെയാണ് ആന ഓടിയത് അല്ലെങ്കിൽ പാപ്പാന്മാർ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും പരിശോധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഗോകുലെ, പതിവായിട്ട് ഇവർ ഇതുപോലെ ചില നേർച്ചകൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിയിൽ ഇത്തരം ചായ കുടികളൊക്കെ ഉണ്ടാവാറുള്ളതായിരിക്കും. അന്ന് വളരെ അനുസരണയോടെ ആള് നിന്നിട്ടും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആ ഒരു വിശ്വാസത്തിൽ അവർ ഇറങ്ങിയത്. പക്ഷെ അപ്പോഴും എന്റെ സംശയം, നമുക്കറിയില്ലല്ലോ, ആനയെ ഇടച്ചങ്ങല ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ പറയുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ ലോറിയുമായി ചേർത്ത് ബന്ധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധനമുള്ളതായിട്ട് ആനയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ ഇറങ്ങില്ലായിരുന്നോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. തീർച്ചയായും ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ സ്വാഭാവികമായും ആനയ്ക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ അറിയേണ്ടതാണ്. കാരണം നമ്മൾ ഈ ആനകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആനയ്ക്ക് മിക്കവാറും പാപ്പാന്മാരുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ പിന്നിലൂടെയൊക്കെ തന്നെയാണ് ആന ഇറങ്ങാറ്. അല്ലാതെ നമുക്ക് ആന അങ്ങനെ ഇറങ്ങുന്ന സാഹചര്യം ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എങ്ങനെ ആനയ്ക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്ങനെയാണ് ഈ ആന ഇറങ്ങിയത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ ഈ ആനയെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോറിയുമായി സാധാരണ നമ്മൾ ഇങ്ങനെ തടയുന്ന കാര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ
ആനപ്പാപ്പാന്മാരുടെ ഭാഗത്തു നിന്നും അതിലേതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായും ആനയെ കൊണ്ടുപോകുന്നതിനിടയിലൊക്കെ തന്നെ ഇത്തരത്തിൽ പുലർച്ചെയൊക്കെ ആയതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരുപക്ഷെ ഉറക്കം വരാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വാഹനം വണ്ടി നിർത്തുകയും ചായ കുടിക്കുകയോ ഇതൊക്കെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനിടയിൽ എങ്ങനെ ഈ ആനയെ ഇത്തരത്തിൽ ഇറങ്ങി അതായത് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഗോകുലെ, കന്ദസ്വാമി എന്ന് പറയുന്ന മനുഷ്യന് അപകടമുണ്ടായി, പരിക്കുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ഒപ്പം അവിടെ ഏതെങ്കിലും തരത്തില് വിളകൾ നശിപ്പിക്കുകയോ വീടും കടകളും ഒക്കെ വൻതോതിൽ നശിപ്പിക്കുന്ന പോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? അതായത് കന്ദസ്വാമിയുടെ നടുവിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ആട് മേയ്ക്കാനായി, ഇപ്പോൾ ഈ പാലക്കാടിന്റെ രീതി അനുസരിച്ച് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ ചെമ്മരിയാടുകളുമായി തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ വന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നപ്പോൾ അതിനിടയിലാണ് ഈ ഒരു പരിക്ക് പറ്റിയത്. നിരവധി ഈ പശുക്കളെയും അതുപോലെ തന്നെ ആടുകളെയും ഒക്കെ തന്നെ ആന ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആശ്വാസമായി ഗോകുലെ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമായിട്ടുണ്ട്. ഈ കണ്ടു നിൽക്കുന്നവർക്കും പരിസരവാസികൾക്കും എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുമല്ലോ. ഏതായാലും ഒടുവിൽ കക്ഷി മെരുങ്ങി.